ഇന്നത്തെ യുവജനങ്ങൾക്ക് മാത്രമേ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും തമ്മിൽ മിങ്കിൾ ചെയ്യാനും അതുപോലെ പരസ്പരം സംസാരിക്കാനും ഒരുമിച്ച് യാത്ര ചെയ്യാനും അവകാശമുള്ളൂ. ഞങ്ങൾ മധ്യവയസ്കർക്ക് ഞങ്ങൾക്ക് സുഹൃത്തുക്കൾ പാടില്ലേ? പെണ്ണുങ്ങൾക്ക് ആൺ സുഹൃത്തുക്കളും ആണുങ്ങൾക്ക് പെൺ സുഹൃത്തുക്കളും. അതിലൊക്കെ എന്താണ് ആവശ്യമില്ലാത്ത ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻസൊക്കെ ഈ ആൾക്കാർ കാണുന്നത്? എല്ലാം അങ്ങനെ ആവണമെന്നില്ല. വളരെ പരിശുദ്ധമായ സൗഹൃദങ്ങളുണ്ട്. അതിനെ എന്താ തിരിച്ചറിയാത്തെ? ഒരു ചിന്തയുണ്ട്, കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ സ്ത്രീകൾ ഫ്രസ്ട്രേറ്റഡ് ആണെന്നും അവർ സ്വന്തം ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നും മറ്റുള്ളവരെ നോക്കിപ്പോകുന്നു എന്നും ഒക്കെ. അതൊക്കെ തെറ്റാണ്. നമുക്ക് നല്ല സൗഹൃദങ്ങൾ വേണം. നമുക്ക് ലോകം എക്സ്പ്ലോർ ചെയ്യണം. പലരിലൂടെയും നമുക്ക് പുതിയ അറിവുകൾ കിട്ടും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. മനുഷ്യർ പരസ്പരം സ്നേഹിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരാണ്. അല്ലാതെ ശത്രുതാ മനോഭാവത്തോടെ അല്ല അവൻ പെരുമാറേണ്ടത്. പഴയ വേട്ടക്കാലത്തെ യുഗമല്ല ഇത്. ഓർക്കുക, സ്ത്രീയും മനുഷ്യനാണ്, പുരുഷനും മനുഷ്യനാണ്. ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന സ്പീഷീസിൽപ്പെട്ട അവർക്ക് തമ്മിൽ ശത്രുതയുണ്ടാവാതെ പരസ്പരം പാഷനോടെയും ലവോടെയും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റണം. അതിനെ നിങ്ങൾ ഒരിക്കലും ഇംപ്യൂർ ആക്കരുത് എന്ന് മാത്രം. മോണോഗാമി, അതാണ് നല്ല പ്രിൻസിപ്പിൾ. ഒരാൾക്ക് ഒരു പാർട്ട്ണർ. ക്രിസ്തു പറഞ്ഞതുപോലെ സ്വന്തം ഭാര്യ അവളെ ഒരിക്കലും ഭർത്താവിൽ നിന്നും പിരിക്കരുത്. ദൈവം കൂട്ടിക്കെട്ടിയതിനെ നമുക്ക് മറികടക്കാൻ കഴിയില്ല, മുറിച്ചുവിടാൻ കഴിയില്ല. സ്വന്തം മാതാപിതാക്കളെ വിട്ട് അവൾ അവനോട് ചേരുന്നു. ഇതെന്താ നമ്മുടെ മക്കൾക്ക് മനസ്സിലാവാത്തത്? അമ്മ വേറൊരു ഫ്രണ്ടിനോട് സംസാരിച്ചാൽ അപ്പോൾ അവിടെ കാണുന്നത് സദാചാര ബോധത്തിൻ്റെ അധപതനമാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ കൂട്ടുകാരെ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ.